ബദ്രിൽ 5000-ഓളം വരുന്ന മലായിക്കീങ്ങൾ പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ജിബ്രീൽ കുതിരയുടെ ശിരസും പിടിച്ചു വന്നിരിക്കുന്നു, അതിന്റെ മേൽ യുദ്ധായുധങ്ങളുമുണ്ട്. ജിബ്രീലിന്റെ കുതിരയുടെ മുൻപല്ലുകൾക്കിടയിൽ മണൽ പൊടികൾ പറ്റിപ്പിടിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം ഖുറൈശികളെ കൂടെ ഇബ്ലീസും അവന്റെ കൂട്ടാളികളും പങ്കെടുത്തിരുന്നു. ഇബ്ലീസ് പങ്കെടുത്തത് കിനാന ഗോത്രക്കാരനായ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിലായിരുന്നു. സുറാഖത്ത് ബിൻ മാലിക്കും കുറച്ചാളുകളും ബദറിൽ പങ്കെടുത്തിരുന്നില്ല. അവർക്ക് വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അവരുടെ വേഷത്തിലും അവരുടെ രൂപത്തിലുമായിരുന്നു ഇബ്ലീസും കൂട്ടാളികളും ബദറിൽ മുശ്രിക്കീങ്ങളുടെ കൂടെ പങ്കെടുത്തിരുന്നത്. ഇബ്ലീസ് അബൂജഹലിന്റെ സഹോദരനായ ഹാരിസ് ബിൻ ഹിശാമിന്റെ കൈകോർത്തായിരുന്നു യുദ്ധക്കളത്തിൽ നിന്നത്. ആ സമയത്താണ് മലായിക്കീങ്ങൾ ബദർ രണാങ്കളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഇബ്ലീസ് കാണുന്നത്. ഇബ്ലീസ് പേടിച്ചു വിറച്ചു. പെട്ടെന്ന് തന്നെ ഹാരിസ് ബിൻ ഹിശാമിന്റെ കൈ കുടഞ്ഞ് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഹാരിസ് മുറുകെ പിടിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, സുറാഖ, നീ ഞങ്ങളെ ഇവിടെ ഇട്ടേച്ച് ഓടിപ്പോവുകയാണോ? അപ്പോ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഇബ്ലീസിനെ ഹാരിസ് ഒന്നുപാടെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യസീരിബിലെ വവ്വാലുകളല്ലാതെ കാണുന്നില്ല, സത്യമാണ്, ലാത്തയാണ് സത്യം എന്ന് ഹാരിസ് ബിൻ ഹിശാം പറഞ്ഞപ്പോ ഇബ്ലീസ് ഹാരിസ് ബിൻ ഹിശാമിന്റെ നെഞ്ഞത്തേക്ക് ഒരു കുത്തങ്ങോട്ട് കൊടുത്തു. ആ സമയത്ത് ഹാരിസ് ബിൻ ഹിശാം നിലത്തേക്ക് വീണുപോയി. ഉടനെ തന്നെ ഇബ്ലീസും കൂട്ടാളികളും ഓടി രക്ഷപ്പെട്ടു. ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നല്ലോ, എന്റെ ആയുസ് അന്ത്യനാൾ വരെ നീട്ടിത്തരണമെന്ന്. അപ്പൊ റബ്ബ് പറഞ്ഞ ഒരു ഉത്തരമുണ്ട്, നിശ്ചിത സമയത്ത് വരെ ഞാൻ എന്റെ ആയുസ് നീട്ടിത്തരുമെന്ന്. ആ നിശ്ചിത സമയം എത്തിയോ എന്ന് പേടിയായിരുന്നു ഇബ്ലീസിന് അന്നേരം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൻ ഓടി രക്ഷപ്പെട്ടത്. അങ്ങനെ ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടിയ ചില മക്ക മുശ്രിക്കീങ്ങൾ മക്കയിലെത്തിയപ്പോ സുറാഖത്ത് ബിൻ മാലിക്കിനെ കാണുകയാണ്. എന്നിട്ട് ചോദിച്ചു സുറാഖയോട്, സുറാഖ, നീ അണിഭേദിച്ചിട്ട് ഞങ്ങളെ പരാജയത്തിലേക്ക് തള്ളിവിട്ടുവല്ലേ സുറാഖ? അപ്പൊ സുറാഖ പറഞ്ഞു, സത്യം, ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല, നിങ്ങളൊരു കാര്യം ഞാൻ അറിയില്ല. പിന്നീട് പിൽക്കാലത്ത് ഹാരിസ് ബിൻ ഹിശാമും ചില ആളുകളും മുസ്ലിമായ സമയത്ത് ബദറിൽ സുറാഖയുടെ കോലത്തിൽ പങ്കെടുത്തത് ഇബ്ലീസ് ആണെന്ന് ഖുർആനിലൂടെ അറിഞ്ഞപ്പോഴാണ് അവർക്ക് സത്യം ബോധ്യമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.